സാജേ ഓനെന്നൊരു നിലക്ക് വിടരുത്. പിന്നെ വണ്ടി ചാവി എടുത്തില്ലേ? ആ ഓൻ അങ്ങനെ വിട്ട ഗേറ്റ് പൂട്ടി കേൾക്കാട്ടോ ചോട്ടി പൊളിച്ചാലോ? ഒന്നും വേണ്ട. ഓൻ പൂട്ടികൾ ഉള്ളു കുത്തിർ കേൾക്കാറല്ലേ? ഓനെ കാണിച്ചു കൊടുത്തോളാം. ഒരു കാര്യം ചെയ്യ്, നമ്മൾ അയക്കൂടെ പോവാ. അതിനൊക്കെ വച്ചിട്ടുണ്ട്. വാ ഇങ്ങോട്ട് ഇറങ്ങടാ. പൈസ വാങ്ങി മുണിയിക്കാണ് മുണ്ടാ ഉത്തരക്കേച്ച്. ഇങ്ങോട്ട് വാടാ. എന്താ വിചാരിച്ചിട്ട് പൈസ വാങ്ങിക്കാണ്ട്? എന്താണ് വിചാരിച്ചിട്ടുണ്ട്? എന്താ വിചാരിച്ചിട്ടുണ്ട്? 1-2 റുപ്യയിൽ എനിക്ക് ലക്ഷങ്ങൾ എണ്ണി തന്നിട്ടുണ്ട്. ഇജ്ജ് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞ ആളെ പറ്റിക്ക പൊളിഞ്ഞിക്കണ ഇറങ്ങിക്കാണ്ട് ഇന്റെ പൈസക്ക് ഒരു മറുപടി ഇപ്പൊ കിട്ടണം. പല അവധി എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദുസമദ് കാഴ്ചയിലാടാ വൃത്തി. ഉള്ളു മഹാമോശ. ഓർമ്മ ഉണ്ടായിക്കോട്ടെ. തരാൻ പഠിച്ചിക്കണെങ്കിലേ അത് വാങ്ങാൻ എനിക്കറിയാം. സ്ഥലം വിറ്റ ഉടനെ ഞാൻ പൈസ തരാം. തരൂല. 1000 പ്രാവശ്യം അവധി പറഞ്ഞാ അനക്ക് ഇനി അവധി ഇല്ല. ഒന്നിക്ക ഇപ്പൊ പൈസ തരിക. അതല്ലാന്നുണ്ടെങ്കിൽ ചാവി ഉണ്ടല്ലോ, പൂട്ടിക്കട ചാവി എടുത്ത സാജേ ആ പെര ചാവി അയക്കാം. എന്താണ് ഒരു ഡേറ്റ് ഇനി ഡേറ്റ് ചേർക്ക്? അന്റെ കഴിഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. എന്ത് പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരാത് ചോദിക്കാന്? വേണ്ടപ്പെട്ട ആളാണ്. ആരത്? ഇപ്പന്റെ പരിചയക്കാരനാണ്. ആയിക്കോട്ടെ, എന്ത് പ്രശ്നം ഞാൻ പരിഹരിച്ചരാം. പരിഹരിക്കാൻ പറ്റൂല. ഞാൻ പരിഹരിച്ചു. എന്താണ് ഓടിട്ടുള്ള പ്രശ്നം? പ്രശ്നം ഞാനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് ഒരു 30 ലക്ഷം രൂപ കടം വാങ്ങി മൂപ്പരാളായിരുന്നു. പറഞ്ഞ ഡേറ്റിന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ നമ്മൾ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റുകാണ്ട് കൊടുക്കാന്ന് പറഞ്ഞത്. മൂപ്പരോട് പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അതാണ് മൂപ്പർ പേരിക്ക് കച്ചറ ഉണ്ടാക്കുന്നത്. അല്ല സമ്മതാക്ക, ഇതിപ്പോ വല്ലതും നടക്കുവോ? അത് പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വണ്ടി പോയിരിക്കും. ആവശ്യം ഞാൻ വിളിക്കാം. അതിന്റെ സ്ഥലമാണെങ്കിൽ കച്ചവടം ആകുന്നില്ല. വെറുതെ കൊടുക്കണേൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും മൂപ്പരോട് ഒരു ഡേറ്റ് കൂടി ഞാൻ അവരോട് സംസാരിക്കട്ടെ. പിന്നെ അസ്കർ തരാനുള്ളത് വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് ഇന്ന് നിപ്പിൽ എനിക്ക് തരാൻ കഴിയില്ല. ഒരു 2 ദിവസത്തെ ക്യാപ്പ് എനിക്ക് തരാം. അത് എത്ര എമൗണ്ട് ആണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചേരും. നിങ്ങൾക്ക് ഇന്നെ വിശ്വസിക്കാം. എനിക്ക് ഒന്നേ അങ്ങോട്ട് പറയുള്ളൂ. ആസ്കറിന് പല പ്രാവശ്യം ഞാൻ ഡേറ്റ് കൊടുത്താ ഒരൊറ്റ ഡേറ്റ് പൈസ തന്നില്ല. ഈ 2 ദിവസം എന്ന് പറഞ്ഞാലേ മറ്റന്നാളെ രാത്രി 10 മണിന്റെ ഉള്ളിലെ പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിലേ നമ്മളെ ഇടപാട് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇതുവരെ ഓനിട്ടിരുന്ന ഇടപാട് മനസ്സിലായാ? ആ അപ്പൊ ആ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ തനി നിറങ്ങളാണ് കാണും. ബൾക്കായിട്ടുള്ള പൈസയാണ്. ആ ആയിക്കോട്ടെ. എടാ സാജിയെ പോരെ. ആ പൈസനെ പറ്റി ബേജാറാവണ്ട. അത് ഫുള്ള് പൈസ ഞാൻ കൊടുത്തോണ്ട്. വലിയ ഉപകാരങ്ങൾ നീ ഏറ്റാ. ഞാൻ നിങ്ങൾക്ക് എന്റെ സ്ഥലം വിറ്റ് കണ്ട പൈസ തരാം. അതൊക്കെ നമുക്ക് സംസാരിക്കാം. അല്ലാതെ നീ എന്റെ സ്ഥലങ്ങളെ പേരിൽ ഞാൻ എഴുതി തരാം. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിനെ പറ്റൊന്നും ബേജാറാവണ്ട. അല്ല അന്ത്രോൻ ഇപ്പൊ ഇവിടെ ഓനെ ഒന്നും പറയണ്ട. ഇപ്പൊ മരിച്ചതിന് ശേഷേ ബാങ്കിലുള്ള പൈസയും ഇതൊക്കെ ഓന്റെ പേരിലായിരുന്നു. എനിക്ക് കുറച്ച് പൈസ ഇതൊക്കെ തന്നുകൊണ്ട് ഓനൊക്കെ വേറെയാണ് താമസം. എന്നോട് വലിയൊരു ലോകത്തിലല്ല. ഞാൻ കണ്ടിട്ട് ഒരുപാട് കാലമായില്ലേ. എനിക്ക് 3-4 സ്ഥലത്ത് പോവാണ്ട്. എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിനെ പറ്റി ഒരിക്കലും ബേജാറാവണ്ട. നമുക്ക് വേണ്ടമാരെയൊക്കെ സംസാരിക്കാം കേട്ടാ. ഞാൻ പോട്ടെ. ശരി, ഓക്കെ എന്നാലേ. ഓക്കെ പോലെ എമൗണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ആര് വരുന്നുണ്ടല്ലോ? കൊറേ കാലം കണ്ടിട്ട് ഇങ്ങോട്ട് പോയിറങ്ങിയതാ. അതൊന്നും പ്രശ്നമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ അർജന്റായിട്ട് എവിടേക്കും പോകാൻ വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ ഞാൻ പിന്നെ വരാം. അത് പ്രശ്നമില്ല. ഞാൻ അപ്പൊ പോകാൻ വേണ്ടി ഇറങ്ങിയത് തന്നെയാണ്. എന്റെ യേശന്റെ പ്രശ്നങ്ങളൊക്കെ ചറിഞ്ഞതാ. ഞാൻ അത് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ തീർക്കാൻ വേണ്ടിട്ട് പോകാനുള്ള പരിപാടിയാണ്. അനക്കെന്താ പറയാണ്ടെന്ന് പറഞ്ഞു? ഞാൻ പറയാനുള്ള വെച്ചാല് എന്റെ യേശന്റെ കാര്യം തന്നെയാണ്. ഇപ്പൊ മരിച്ചിന് മുന്നേ തന്നെ ഓൻ അറിയാത്ത കുറെ ബിസിനസ് ചെയ്തുകൊണ്ട് പൈസ കുറെ കടാക്കിയാണ്. ആ കടക്കെ വീട്ടിൽ ഇത് ഉപ്പേനെയാണ്. ഓന്റെ പോക്ക് കണ്ടുകാണ്ടേ ഇപ്പാന്റെ ബാങ്കിലുള്ള പൈസ പിന്നെ ഇപ്പൊ എന്റെ പേരിലാണ് ഇട്ടിരുന്നത്. ഓന്റെ ഷെയറിന്റെ പൈസ എന്റെ അടുത്തുണ്ട്. അപ്പൊ ആ സ്ഥലം നിങ്ങൾ മേങ്ങളുമാര് മേങ്ങിയോണ്ട് തന്നെ ഓന്റെ മക്കളെ പേരിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. ആ സ്ഥലം കൂടി ഓൻ നാസാക്കേണ്ട വെച്ചിട്ടാണ്. ഈ പൈസ തന്നത് ഞാനാണെന്ന് ഓ അറിയുമാണ്. തായറേ, എനിക്ക് ആ പൈസ ഒന്നും വേണ്ടടാ. ഞാൻ എന്തൊക്കെയാണ് ചെയ്താളിയായി. ഇനിയിപ്പൊ ഇനി എന്തിനാ പിന്നെ ഞാനാണ്ട് വരുന്നേ? നിങ്ങളെ വേണ്ട മാതിരൊക്കെയാണ് ചെയ്യേ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ആയിക്കോട്ടെ. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്താളിട്ടാ. ആയിക്കോട്ടെ.
മാനോ ഇങ്ങോട്ട് കേറി വാടാ. എന്താ ചവിടത്തേനൊന്ന് എന്തൊക്കെ നല്ലത്. ഇങ്ങോട്ട് ഇരിക്കടാ. അല്ല ഞാൻ ഇരിക്കല്ലേ. ഇങ്ങോട്ട് ഇരിക്കേ. എന്താ ഇപ്പൊ ഇജ്ജ് പോന്നത്? ആചാര്യ ആ ഞാൻ നിങ്ങളൊന്ന് കാണാച്ചിട്ട് വന്നതാണ്. എന്തിയടാ മോനെ ഇജ്ജ് പറയ്. എന്റെ സ്നേഹിതന് എനിക്കൊരു വിസ അയച്ചു ആ തന്നിട്ടുണ്ട്. അപ്പൊ 2 ലക്ഷം ഉറുപ്പിയോളം ആണെന്ന് പറഞ്ഞു. തന്നെ അപ്പൊ കുറച്ച് പൈസ എന്റെ ഒക്കെ ഉണ്ട്. ഇനി പൊട്ടുകാരെ വേണ്ടി വരുവാക്ക്. 1.5 ലക്ഷം ഉറുപ്പിയോളം വേണം. ആചാര്യ എന്നെ ഒന്ന് സഹായിക്കണം. ഇൻഷാ അല്ലാ. എന്നിട്ട് പണിയൊക്കെ അതിന്റെ എന്തായാലും ഞാൻ അയച്ചുതരാം. ഇൻഷാ അല്ലാ. അതിനെന്താടാ, അത് ഞാൻ തരാം. എന്നൊക്കെ ഇപ്പൊ വേണ്ടിയത് എനിക്ക് പൈസ? ഇന്നലെ കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. എന്നാ ട്രാവൽസ് ആണ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കോട്ടെ നിങ്ങളൊക്കെ ഒന്ന് പോയി നന്നായി. ഇൻഷാ അല്ലാ. അത് ഞാൻ തരാം. എന്നാ ഇജ്ജ് അവിടെ ഇരിക്ക് ട്ടാ. മാനോ അവിടെ ഇരിക്ക്. എന്നാ ഇതേ 1.75 ഉണ്ട്. ഞാനൊരു 6 മാസം കൊണ്ടുതന്നെ. അതൊന്നും ഇജ്ജ് ബേജാറാണ്ടോ. ഇത് ഇജ്ജ് എനിക്ക് കടായിട്ട് തരണ്ട. ഇത് ഇന്റെ വകയാണ് ട്ടാ. ഇജ്ജ് ഇടങ്ങാറ ഞാൻ അയക്കാൻ നിക്കണ്ട. ഇത് നമ്മൾ അറിഞ്ഞാ മതി. നീ ഇങ്ങനെ കൊട്ടിപ്പാട്ട് നടണ്ട ട്ടാ. ഒക്കെ റാത്താക്കട്ടെ. നന്നായി വരി. എന്നായിക്കോട്ടെ. ചായ വെള്ളം എന്നായിക്കോട്ടെ. ആയിക്കോട്ടെ. നന്നായി അന്നൊരു കാര്യത്തിലാണ്. ഭാസ്കറോ അല്ലപ്പാ ഇരിക്കേ. അതെന്തിപ്പോ മാനു? ഓനക്കൊരു വിസ ശരിയാക്കണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ചെറിയ സഹായത്തിന് വേണ്ടി ഇന്നെ കാണാൻ വേണ്ടി. അത് ശരി. നിങ്ങൾ ഈ ഉള്ള പൈസ മുഴുവേ ഓരോരുത്തർ ഇങ്ങനെ എടുത്ത് സഹായിച്ചോളി. നിങ്ങൾക്ക് സഹായിച്ചാ പൂതി കടലില്ല അല്ലേ? മോനെ അസ്കറേ, നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്കും എനിക്കും നാളെ പഠിച്ചോൻ്റെ അടുത്തുന്നുണ്ടാവും. എൻ്റെ മക്കൾക്കറിയാലോ, ദാനധർമ്മം ചെയ്താൽ അത് ആപത്തിനെ തടിയെന്നുള്ളത് ഞാൻ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കോരിനെ കിണറ്റിലെ വെള്ളം ഏന്തുള്ളൂ. അതുകൊണ്ട് ഉപ്പാൻ്റെ കുട്ടി അത് ഓർത്ത് ബേജാറാണ്ട. ഞമ്മക്കൊരു നഷ്ടമാവൂല. എന്നല്ലെങ്കിൽ നാളെ അവിടെ ഉണ്ടാവും ട്ടാ. ആയിക്കോട്ടെ. നിങ്ങൾ എന്താ ചെയ്യേ? നിങ്ങളെ പൈസ നിങ്ങളെ ഇഷ്ടം. ഞാൻ പറഞ്ഞെന്നുള്ളൂ. വാങ്ങിക്കൊണ്ടാകും ഒരുപാട് ആൾക്കാരുണ്ടാവും. പൈസ ഒന്നും വേണ്ട. അന്ന് എന്റെ വാപ്പ എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് എനിക്ക് ഈ കാണുന്ന സ്വത്തുക്കളൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഞാൻ അസ്കറിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഏതായാലും ഇജ്ജും വാ, നമുക്ക് ആദ്യം തീർത്തിട്ട് വരാം. എന്നിട്ട് വേണം നിങ്ങളെ പ്രശ്നം തീർക്കാൻ.